നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളെ ഷെറീന മാം ചോദിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോവാം. നമ്മളെ വീട്ടില് ഒരു ഇലക്ട്രിക് ഉപകരണമാണ് ഫാന്. ഈ ഫാനിന്റെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏകദേശം ഒരേ പാറ്റേണിലായി. അത് കറങ്ങുന്നതും ഒരേ ഡയറക്ഷനിലുമായി. ഇതിലൊരു ലീഫ് എന്തെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ പാറ്റേണും അതിൻ്റെ ഡയറക്ഷനും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പം തീവണ്ടി കുറേ ബോഗികൾ കൂടി ചേർന്നിട്ട് അതിലൊരു ബോഗിക്ക് എന്തെങ്കിലും തകരാറുണ്ടായാൽ ബാക്കിയുള്ളതൊക്കെ പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അതിൻ്റെതായ റോളുകൾ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് സൃഷ്ടികളെ ഉണ്ടാക്കി. കുറച്ചൊന്നല്ല, ഒരുപാട് സൃഷ്ടികളുണ്ട്. അതിലൊരു വിഭാഗം ആളുകളാണ് മനുഷ്യർ. പക്ഷെ മനുഷ്യരുടെ ഡ്യൂട്ടി എന്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ളവരാണ്, അവരെനിക്ക് ഇബാദത്ത് ചെയ്യേണ്ടവരാണ് എന്ന ഒരു ഡ്യൂട്ടി കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പണിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സമയത്ത്, വെറുതെ വന്നതല്ല എന്നർത്ഥം. ആ പണിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കര പ്രയാസമുണ്ടാവും. സൈക്കോളജിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ പർപ്പസ്ഫുള്ളി ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതാ മാം ചോദിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ബോഡിക്ക് എക്സസൈസ് വേണ്ടെങ്കിൽ ആ ബോഡി അത് ചെയ്യാൻ പാടില്ല. അവർക്ക് എക്സസൈസ് അല്ല അവിടെ ഡ്യൂട്ടി. ചില ആളുകൾ ഫിസിക്കലി ഫിറ്റ് ആവണമെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന നിർബന്ധമാണ്. ഇതുപോലെ ചില ആളുകൾ ചില കാര്യങ്ങൾ, പാട്ട് പാടാൻ അറിയുന്ന ആള്, ഇപ്പൊ മമ്മൂട്ടിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ ആലോചിച്ചു. അത് പാടുക എന്നുള്ളതല്ല ആളുടെ ഡ്യൂട്ടി. ചിലപ്പോൾ ചില ആളുകളെ പഠിച്ച്, മമ്മൂട്ടിനെ നല്ലൊരു വക്കീലായിരുന്നു, പക്ഷെ ആളുടെ ലൈഫിൽ ആളൊരു ആക്ടറായിട്ടാണ് ചെയ്തത്. പഠിച്ചത് വക്കീൽ ജോബാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് ആക്ടർ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിന് പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ചില രീതികൾ, ചില കാര്യങ്ങളുണ്ടാവും. ആ റൂട്ടിലേക്കല്ല സഞ്ചരിക്കുന്നത് എങ്കിൽ, അവരുടെ ജീവിതം അതനുസരിച്ചിട്ടല്ല പോകുന്നത് എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ പർപ്പസിനെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത്, എങ്ങനെയാ നമുക്ക് പർപ്പസ് തിരിച്ചറിയാൻ പറ്റുക? എൻ്റെ പർപ്പസ് എന്താണ് എന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സ്വന്തം പർപ്പസ് മനസ്സിലായവരുണ്ടോ? കോമൺലി നമ്മളോട് പഠിച്ച പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെയും ജിന്നുകളെയും ഇബാദത്ത് ചെയ്യാനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല, അത് ഇബാദത്ത് ചെയ്യാനുള്ളവരെയാണ്. നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്? ഞങ്ങളില്ല നിങ്ങൾക്ക് എല്ലാ പണികളും ചെയ്തു തരാൻ, എല്ലാം നിന്റെ അടിമകളായിട്ട് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് നമ്മളില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിപ്പിന്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ പോരുന്നത്. അപ്പൊ എന്തൊക്കെയോ പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ഒരു വിഭാഗവും കൂടെയാണ് മനുഷ്യർ.
അത് പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതപ്പെട്ടു എന്നൊരു സംഗതി തന്നെയാണ്. ആത്മീയപരമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ സൃഷ്ടിപ്പിലൊന്നും അതില്ല. അപ്പോൾ ആത്മീയമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഒരു മനുഷ്യനിലേക്ക് കിട്ടുന്ന സമയത്താണ് അവരുടെ റൂട്ട് ലൈറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുക. അത് കിട്ടണമെങ്കിൽ ആത്മീയ മേഖലയെ പാകപ്പെടുത്തണമെങ്കിൽ പാകപ്പെടേണ്ട ഇടം മനസ്സുമാണ്. അതിൻ്റെ ഇരിപ്പിടം മനസ്സിലായതുകൊണ്ട് മനസ്സിനെയാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ നിങ്ങൾ ശരീരത്തെ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണില്ല. നിങ്ങളുടെ നീയത്തിലേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എൻ്റെ നോട്ടം. നിങ്ങൾ അവിടെയാണ് പാകപ്പെടുത്തേണ്ടത്. അവിടെയാണ് കാര്യങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. ഇനി ഇവിടെ തന്നെ ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർ മൊത്തത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാണ് തന്നെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഓരോ മനുഷ്യനും ഓരോ രീതി ഉണ്ടാവും. ഇപ്പം നല്ല പാടാൻ കഴിവുള്ളൊരു കുട്ടി നന്നായിട്ട് പാടും. കുട്ടിക്ക് ജന്മനാ തന്നെ നല്ല പാടാനുള്ള കഴിവുണ്ട്. ഇവളുടെ പേരൻസ് ഇസ്ലാമിക് സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞതുകൊണ്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് പെൺകുട്ടികളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നതാണല്ലോ, അതും പാട്ടിലൂടെ പ്രത്യേകിച്ച്. ഈ രീതിയൊക്കെ മനസ്സിലാക്കി ഉമ്മ ഉപ്പി ഇവളെ പാടാൻ സമ്മതിക്കില്ല. കുട്ടനോട് പാട്ട് പാടണ്ട എന്നൊരു തീരുമാനം. കുട്ടിക്ക് പാട്ടൊന്നും പഠിക്കണ്ട, സ്വയം പാടാനുള്ള കഴിവാണ്. അങ്ങനെ കുറേ കാലം ഈ കുട്ടി ഈ പാട്ടിനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി പോണു. ഒരു സമയത്ത് ഇവളുടെ വല്യമ്മ പോയിട്ട് ഇവളോട് പറഞ്ഞു, ഒന്ന് ഏതോ ഒരു വരി ഇതിന് ഈണമിടാനോ എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ വീട്ടിലിങ്ങനെ വട്ടത്തിലിരുന്ന് പാടുന്ന ആ ഒരു രീതിയിൽ പാടിയ സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. റെക്കോർഡ് ചെയ്തിട്ട് ഈ പാട്ടെടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഫാമിലി ഗ്രൂപ്പിലിട്ടിട്ട് ഈ പാട്ട് കേട്ടിട്ട് എല്ലാവരും അതിൻ്റെ ആ ഒരു മാസ്മരികത, അതിൻ്റെ ഒരു ഡെപ്ത് ഫീലിങ്സിന് എല്ലാവരും പറയാൻ തുടങ്ങി. അടിപൊളിയായിട്ടുള്ള സോങ്സാണ്. അങ്ങനെ എന്തുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് പിന്നെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റിലേറ്റീവ് ബന്ധങ്ങളിൽ തന്നെ ഒരു വിവാഹാലോചന വന്നതിന് കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഈ കല്യാണം കഴിയുന്ന ആലോചന സമയത്ത് ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പാടണം, എനിക്ക് ആഗ്രഹം പാടാനാണ്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി, എനിക്ക് പാടണം. രണ്ടാമത് കുറച്ച് സാമ്പത്തിക പ്രയാസവും ഫാമിലി ഇഷ്യൂസും ഒക്കെ ഉള്ളൊരു കുടുംബമാണ്. പിന്നെ കുട്ടി പറഞ്ഞത്, എനിക്കൊരു മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള കഴിവ് കിട്ടണം. നമ്മൾ മാതാപിതാക്കളുടെ അറിവും താല്പര്യവും അനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളെ പാകപ്പെടുത്തുമ്പോൾ അവരുടെ പർപ്പസിനെ, കഴിവിനെ ഒക്കെ പലപ്പോഴും ബാൻ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. എന്നാൽ നമ്മളുടെ കുട്ടികളുടെ കഴിവും അവരുടെ പർപ്പസിനെയും അവർക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരവസരം നമുക്ക് കൊടുത്തുകൂടെ? എന്താണ് നിന്റെ കഴിവ്? പണ്ട് സൈക്കോളജിയിലെ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ പാഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. ചില ആളുകൾ പറയും ആ ടെസ്റ്റുകൾ ചിലപ്പം അത് നോക്കിയിട്ട് ഞാൻ അതൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അത് എനിക്ക് ഫെയിലായിട്ടാണ് ഫീൽ ചെയ്തതെന്നൊക്കെ പറയും. എന്നാൽ എനിക്ക് എന്നെക്കുറിച്ച് അറിയാൻ കഴിയുക എന്നത് വരെ ആ ആളുടെ ഉള്ളിൽ അതുണ്ടാവും. ഫാത്തിമ മിൻഹ എപ്പോഴും അവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞുനാളിൽ
ഞാനൊരു മൈക്ക് പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് സംസാരിക്കുന്നതുമായിട്ടുള്ള പിക്ചറായിരുന്നു വരച്ചിരുന്നത്. വലുതായിട്ട് ഞാനൊരു ആ മേഖലയിലേക്ക് പോകും. ഒരു എന്താ പറയുക, ഇസ്ലാമിക വസ്ത്രധാരണയായിട്ടിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ഒരു ലേഡിയായിട്ട് മാറുന്ന ഒരു സ്വപ്നം അവൾ കണ്ട കാര്യം പറയുന്നത്. അവളുടെ ഉമ്മയും ഉപ്പയും അതിനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് അവൾ ആ മേഖലയിൽ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറുന്നത്. അതേ സ്ഥാനത്ത് അവളുടെ ബ്രദറിന്റെ കഥയും അവൾ പറയുന്നുണ്ട്. ആൾക്ക് സഞ്ചരിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ എഞ്ചിനീയറിങ് എന്തോ ഒരു കോഴ്സ് നിർബന്ധപൂർവ്വം മാതാപിതാക്കൾ ചെയ്യിപ്പിച്ചതായിരുന്നു. പിന്നീട് അവന് ലൈഫിൽ ആ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആള് യാത്രകളൊക്കെ ചെയ്തൊരു കഥ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകളുടെ ഇടയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. നമ്മളുടെ കാഴ്ചപ്പാട് അതും നമ്മുടെ കാഴ്ചപ്പാടിനേക്കാൾ വളരെ ഉയരത്തിലുമായിരിക്കും. അവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള സാവകാശം കൊടുക്കുന്നത്. കാരണം ഒരു കുട്ടി ജനിക്കുന്നത് അപാരമായ പൊട്ടൻഷ്യലോട് കൂടെയാണ്, അപാരമായ കഴിവോടുകൂടെയാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനത്തിന്റെ ഉള്ളില് അവർ കുടുങ്ങിപ്പോകും. എന്നിട്ട് അവർക്ക് അവരുടെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തതും മെന്റലി അവരെന്ത് ചെയ്യും, ഡിസ്റ്റർബ് ആവുന്ന അവസ്ഥയിലേക്ക് വരും. അത് ചിലപ്പോൾ ചില ആളുകൾ മാനസിക രോഗത്തിലേക്ക് പോകും, ചില ആളുകൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ചില ആളുകൾ അസഹ്യമായോണ്ട് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മൾ പറയും തന്നോന്നികളായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പല അവസ്ഥകളും ഉണ്ടാവും. അപ്പൊ എൻ്റെ കുട്ടിയാണ് എന്ന് വിചാരിച്ചും അവർ അള്ളാഹുവിൻ്റെ അടിമയാണ്. അവൻക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നതും അതിനോട് കൂടെ നിൽക്കാൻ കഴിയുക എന്നതുമാണ് രക്ഷിതാവിൻ്റെയും അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന മറ്റു മനുഷ്യരുടെയും ഉത്തരവാദിത്വം. ഈ സംഗതി സ്വയം തിരിച്ചറിയണം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും ഒരാൾക്ക് കഴിയണം. ചില ആളുകൾക്ക് ഇത് സ്വന്തം തിരിച്ചറിയാൻ പറ്റില്ല. ആളുകള് ഈ അഹങ്കാരം തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാത്തൊരവസ്ഥ, മാനസികാവസ്ഥ ഉണ്ടാവും. ഓരോ വിചാരം ഞാനെന്തൊക്കെ റെഡിയാണ് എന്നായിരിക്കും. പക്ഷെ റെഡി ആയിരിക്കില്ല, ആ ആള് അതിന് ഫിറ്റ് ആയിരിക്കില്ല. എന്നാല് ആളതിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ഗൈഡൻസും വേണ്ടി വരും. അപ്പൊ ഗൈഡൻസ് ഇല്ലാതെയും പൂർത്തീകരിക്കാൻ കഴിയില്ല, ഗൈഡൻസോട് കൂടി പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ യഥാർത്ഥ റൂട്ടിലായിരിക്കും, അയാളുടെ ലൈഫിലേക്കുള്ള സക്സസ് വേഗം കണ്ടെത്താൻ കഴിയും. ഒരാൾക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടണം, അയാൾക്ക് സ്വയം തന്നെ മനസ്സിലാവുകയും തന്നെ എൻ്റെ അഭിരുചികൾ എന്തൊക്കെയാണ് എന്നത്. ഇത് രണ്ടും ഒപ്പം വരുമ്പോൾ മാത്രമാണ് അയാൾക്ക് ലൈഫിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ആ മനുഷ്യരായിരിക്കും സക്സസ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അത് ചിലപ്പം ചില ആളുകൾക്ക് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും മനസ്സിലാവുക. എന്നോട് ഉസ്താദ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ചില ബോധങ്ങൾ തെളിയണമെങ്കിൽ ചില സമയം പോകും. അപ്പോഴേക്കും കാലം കുറേ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് തെളിയേണ്ടത് അത്രയും സമയം എടുക്കും ആൾക്കത് തെളിയാന്നുള്ള. പക്ഷെ അതിന്റെ സിഗ്നലുകൾ സറൗണ്ടിങ്സിൽ നിന്നും അവരുടെ ഇന്നർ തോട്ടുകളിൽ നിന്നും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരുടെ ഉൾത്തലങ്ങളിൽ നിന്ന് ആളുകൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം ഉള്ളിലൊരു സംവിധാനം പരസ്പരം മനസ്സിലൊരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആത്മാവിനെ വഞ്ചിക്കുക എന്നല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. അവിടെ നിന്ന് നമുക്ക് വേണ്ട സിഗ്നൽസുകൾ പരസ്പരം തരുന്നുണ്ട്, ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സംഗതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് ആ സിഗ്നൽസുകളെ റീഡ് ചെയ്യാൻ നമുക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മൂടപ്പെടുന്നത് കൊണ്ടോ ആണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ
പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഫീൽ ചെയ്യുന്നത്. പ്രത്യക്ഷത്തില് വേറൊരാളെ കാഴ്ചയിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ, ഇപ്പൊ ഉദാഹരണം പറയുന്നത്, എൻ്റെ കൈക്ക് ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരാളെ കാഴ്ചയിൽ ഓളെ കൈക്ക് ഭയങ്കര ഒരു മുറിവ് പറ്റിയെന്നുള്ളതാണ്. മുറിവ് എന്നൊരു നല്ലതല്ലാത്ത ഒരു കാര്യം നടന്നു എന്നതാണ്. എന്നാൽ സത്യവിശ്വാസിയായിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് മുറിവ് പറ്റിയത് എങ്കിലോ അവർക്കത് ഹയറാണ് എന്ന് പഠിച്ചു പറയുന്നുണ്ട്. നിങ്ങളെ കാഴ്ചയിൽ മുറിവ് പ്രയാസമാണെങ്കിലും അള്ളാഹു സത്യവിശ്വാസിയുടെ ഉള്ളില് ആ മുറിവിനെ ഹയറായിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ ചില സംഗതികൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച രീതി കണ്ടിട്ടല്ല, പ്രത്യക്ഷ രൂപം കണ്ടിട്ടോ നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് കിടക്കുന്നത് എന്നത് അന്തിമമായിട്ട് അള്ളാഹുവിന് തന്നെയാണ് അറിയുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം ഒരു കള്ളുകുടിയന്റെ വീട്ടിലെ ആലയില് ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു മഹാനാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചത് ഒരു കുടിയന്റെ അടിമയായിട്ട് അവരുടെ വീട്ടിലെ തൊഴുത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആൾക്ക് എന്തില്ല, യാതൊരു ഭൗതിക സുഖങ്ങളും ഇല്ല. എന്നാൽ അവരുടെ ഈമാനിക തലത്തെ നോക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ശ്രേഷ്ഠമായ ഒരു മനുഷ്യനായിരുന്നു. അത്രക്കും വലിയ ശ്രേഷ്ഠനായിരുന്നു. അപ്പൊ പ്രത്യക്ഷ രൂപം കണ്ടിട്ട് നമുക്ക് ഒരാളുടെ ഈമാനിനെ അളക്കാനൊന്നും കഴിയില്ല. ഭ്രാന്തന്മാര് എന്ന് നമ്മൾ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകളുടെ വസ്ത്രധാരണ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുണ്ട്. എന്നീ ആത്മാവില് ഈമാന്റെ തലങ്ങളെ കൂടിയിട്ട് ഭ്രാന്താവുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ. ആ ആളുകളുടെ ആ പ്രത്യക്ഷ രൂപം നോക്കിയിട്ട് ചിലപ്പോൾ വളരെ വൃത്തിയിലൊന്നും അല്ല, നല്ല വസ്ത്രധാരണ കാര്യങ്ങളിലൊന്നും ആയിരിക്കും ചിലപ്പോൾ അവരുണ്ടായിട്ടുണ്ടാവുക. അപ്പം ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ രൂപങ്ങളിൽ നിന്നോ അവരുടെ ഭാവങ്ങളിൽ നിന്നോ അവരുടെ രീതികളിൽ നിന്നോ ഒന്നും മറ്റൊരാൾക്ക് അയാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ പാകപ്പെടുത്താനോ കഴിയില്ല. അവർക്ക് സ്വയം അത് തിരിച്ചറിയാൻ കഴിയുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവരെ പാകപ്പെടുത്താനും വിട്ടുകൊടുക്കാനും കഴിയുക എന്നത് നമുക്ക് വേണ്ട കാര്യമാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ അവന്റെ പർപ്പസിനെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ കഴിയുക. അത് കഴിയുക എന്നത് ആ ആളുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് നല്ല വോയിസ് ആണ്, നല്ല 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 സൗണ്ടാണ്. ഒരു ലേഡീസിന് സ്വാഭാവികമായിട്ട് പതിഞ്ഞ സൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ച് ലൗഡിലുള്ള സൗണ്ടാണ്. ഇപ്പൊ എന്നെ എല്ലാവരും പറയും എന്തൊരു ഒച്ചയാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തിൽ എന്തൊരു ഒച്ചയാണ് എനിക്കും ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അസ്വപ്പെടും. പക്ഷെ എന്തിനാ എനിക്ക് ഇത്ര വലിയ സൗണ്ട് വന്നത്? അന്നൊന്നും ഞാൻ ആരോടും മിണ്ടാറില്ലായിരുന്നു. എൻ്റെ സംസാരം, എനിക്ക് സംസാരിക്കുമ്പോൾ പേടിയുണ്ടാവും. പിന്നെ സംസാരം ഭയങ്കര സൗണ്ടിലായിരിക്കും വരിക. എന്തൊരു ബഹളം അവിടെ എന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കൊണ്ട് കലബല പറയുമ്പോ ഒക്കെ സ്വാഭാവികമായിട്ടും നല്ല സൗണ്ടാ വരിക. പക്ഷെ ഞാൻ എൻ്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കിയ പോയിന്റിൽ വെച്ചിട്ട് പിന്നീട് ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അതിന് ആൻസർ കൊടുത്തു. ഞാൻ സംസാരിക്കേണ്ടത് സമൂഹത്തോടാണ്. അപ്പൊ എനിക്ക് നല്ല വോയിസ് കിട്ടണം. എൻ്റെ സംസാര ശൈലിയെ പലപ്പോഴും പലരും പറയുന്നുണ്ട്, നോർമലി ഒരു സാധാരണക്കാർ സംസാരിക്കുന്ന പോലെ അല്ല, ഒരു പ്രൊഫഷണൽ ലുക്കിൽ. നിങ്ങൾ ആരാണെന്ന് എന്നോട് ഏടെ കയറി ചെന്നവർക്ക് സ്റ്റേജിൽ പോലും കയറിയിട്ട് നിങ്ങൾ എന്താ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും.
അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ സംസാര ശൈലിയിലുണ്ടത്. ഈ ശൈലി കുഞ്ഞുനാളിലെ ഇതിങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ നാട്ടിലെ ഭാഷകളൊന്നും അല്ല എനിക്ക് കിട്ടിയെന്ന് പറയാം. അപ്പൊ ഞാൻ ഇൻബിൽഡ് ആയിട്ട് വരുന്നത് തന്നെ അങ്ങനെയാണ്. ഈ നല്ല വോള്യൂമുള്ള സൗണ്ടില് സംസാര ശൈലിയിൽ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കുഞ്ഞുനാളിലെ വരുന്നത്. അച്ചടി ഭാഷ, എന്നെ കല്യാണം കഴിച്ച ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട അച്ചടി ഭാഷയിലാണോ സംസാരിക്കുന്നത്. ആ രീതിയാണ്. ഭാഷാ വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ ചെറിയ വാക്കുകളുടെ വ്യത്യാസങ്ങളെ ആദ്യമേ അനലൈസ് ചെയ്യുന്ന രീതി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികളോട് പോലും പറഞ്ഞു, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം എന്ന് പറയും. ആ വാക്ക് ക്ലിയർ ആയിരിക്കും, പക്ക അതില് എന്താണോ സംഭവിക്കുന്നത് ഒക്കെ ക്ലിയർ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഈ രീതിയിലാണ് കുഞ്ഞുനാളിലെ പടച്ച തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചത്, എന്നെ പാകപ്പെടുത്തിയത്. അപ്പം എൻ്റെ ജീവിതത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ആ പർപ്പസ് ഉപയോഗപ്രദമായത് ഞാൻ അതിന്റെ കറക്റ്റ് റൂട്ടിക്ക് കയറിയപ്പോഴാണ്. അതുവരെ ആളുകളിൽ നിന്ന് എനിക്കത് എന്തായിരുന്നു, മഹാമോശപ്പെട്ട ഒരു സ്വഭാവമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ റൂട്ട്, എൻ്റെ പർപ്പസ് മനസ്സിലാക്കി ഞാൻ എൻ്റെ ശബ്ദത്തെയും എൻ്റെ ഭാഷയെയും എൻ്റെ ജീവിതത്തിന്റെ പർപ്പസിലേക്ക് കണക്ട് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഈ സൗണ്ട് കിട്ടിയതും ഈ സംസാരം കിട്ടിയതും ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കേണ്ട ആളായതുകൊണ്ടാണ്. എനിക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റിയതും മറ്റുള്ളവർക്ക് എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റിയതും അപ്പോഴാണെന്നുള്ളതാണ്. ആസ് എ വുമൺ എന്ന രീതിയിലും ഇതുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഒരു പെണ്ണായി എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരു പെണ്ണിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്ന ഡ്യൂട്ടികളെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. 5 കുട്ടികളായപ്പോ എന്നോട് എല്ലാവരും ചോദിച്ചു, 5 എണ്ണം അങ്ങനെ തരതരായി മക്കളല്ലേ എന്ന രീതിയിൽ ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞത് അതെന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. കാരണം ഒരു വുമണിന്റെ ഗർഭപാത്രമാണ് അവളുടെ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ വുമൺ സ്വഭാവത്തെ നിലനിർത്താനും ബോണ്ടായിട്ട് അവരിൽ ജീവിക്കാനും സഹായിക്കുന്നത്. അപ്പൊ ഗർഭപാത്രത്തിന്റെ ഫങ്ഷൻസിനെ കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്താണ് അതെന്റെ ശരീരത്തെ പാകപ്പെടുത്തുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. വിശ്വാസമല്ല, യാഥാർത്ഥ്യമാണ്. ഞാൻ എത്ര തന്നെ ഉയർന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഗർഭപാത്രത്തിനെ ഭംഗിയായിട്ട് പരിപാലിക്കാൻ എനിക്ക് കഴിയണമെന്ന്. ചില ആളുകൾക്ക് ഇതും വേണ്ടിയില്ല. ഞാൻ ലേഡിയാന്ന് വിചാരിച്ച് ചിലപ്പോൾ അവരുടെ ഗർഭപാത്രം പ്രോപ്പറായിട്ട് വർക്ക് ആയിക്കൊണ്ടൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ പർപ്പസിൽ അതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിയുടെ പർപ്പസ് അനുസരിച്ചിട്ട് അയാൾക്ക് സ്വയം തിരിച്ചറിയാനും അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അതിനെ മനസ്സിലാക്കാനും കഴിയുക എന്ന് പറയുന്നു. അതനുസരിച്ച് അയാൾ വളരുകയും ചെയ്യുമ്പോഴാണ് അയാൾക്ക് ജീവിതത്തില് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ വഴി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചു, അത് സ്വന്തം തിരിച്ചറിയാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് കഴിഞ്ഞോളണം എന്നില്ല. ചില ആളുകൾക്ക് അത് സ്വയം തിരിച്ചറിയുകയും അതിന്റെ സപ്പോർട്ട് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുകയും ചെയ്യുമ്പോഴായിരിക്കും അവരുടെ റൂട്ട് ക്ലിയർ ആവുക. അപ്പോഴായിരിക്കും അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവുക. അത് ചെയ്യാതിരിക്കുമ്പോൾ അവർ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചെയ്ത പ്രോസസ് എന്നെ കണ്ടിട്ട് എന്നെ കോപ്പി അടിച്ചിട്ടല്ല അപ്പുറത്തുള്ള ചെയ്യേണ്ടത്. എന്റെ അതിരല്ല നിങ്ങളെന്ന് പറയും ഞാൻ. നിങ്ങൾ എന്താണ് അങ്ങനെ നിങ്ങളാവണം. നിങ്ങൾ എന്തിനാണോ അള്ളാഹു സൃഷ്ടിച്ചത്, നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, അത് നിങ്ങൾക്ക് കണ്ടെത്താനും അതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനും കഴിയും. ഏത് പർപ്പസിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും, ഏത് ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അതിൽ നമുക്ക് ആത്മാവികമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് എത്താൻ കഴിയും. അപ്പാണ് അവർ ഓക്കെ ആവുക. ലേഡി ഞാൻ പരിചയപ്പെടാനായി. അവർക്ക് കുറേ വർഷക്കാലം അവർ കല്യാണം കഴിക്കാൻ വില്ലിങ് ആയില്ല. അവർ പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അന്ന് ഒരു ഉമ്മ കിടപ്പിലാണ്, പാപ്പ എല്ലാം തോന്നുന്നുണ്ട്. ഏതായാലും ആ വീട്ടിന്റെ ഒരു സാമ്പത്തിക ഉത്തരവാദിത്വം ആ ലേഡിയുടെ ഉള്ളിലുണ്ട്.
അപ്പൊ അവര് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് മതി എനിക്ക് വിവാഹം എന്ന് പറഞ്ഞ് അവർക്ക് വിവാഹത്തിന് വില്ലിങ് ആയില്ല. അങ്ങനെ ഇവര് ഉമ്മയുടെ മരണവും ഇവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഐശ്യത്ത് നേടുക എന്ന് പറയും, റിസ്ക്കിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമൊക്കെ ആയിട്ട് കുറെ കാലം കഴിഞ്ഞു. പിന്നെ കൂടി ഉമ്മ മരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആങ്ങളാരെല്ലാരും പിടിച്ച് ഇവരെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടാവാൻ ഭയങ്കര റിസ്കി ആയിട്ട് അവർക്കുണ്ടായത്. അങ്ങനെ കുഞ്ഞ് ഒക്കെ കുറച്ച് കഴിയും ഈ ദാമ്പത്യ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവരത് ഒഴിവാക്കിയിട്ട് പോയി. കുട്ടിയുണ്ട്. പിന്നീട് കുറെ കാലങ്ങൾ ശേഷം അവർ വീണ്ടും അവര് കല്യാണം കഴിപ്പിച്ചു. അതിലവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ തമ്മിലുള്ള ദാമ്പത്യ വിഷയങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ പെണ്ണ് പറയുന്ന ഡയലോഗുണ്ട്, എനിക്ക് അള്ള ഒരു മാരേജ് ലൈഫ് കണക്കാക്കിയിട്ടില്ല. അവരെന്നെ പറഞ്ഞ ഡയലോഗാണ്. അള്ള എനിക്കൊരു കല്യാണ ജീവിതം കണക്കാക്കിയിട്ടില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ലൈഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടത് അവരുടെ ശരീര പ്രകൃതങ്ങളും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവരാളേക്കാൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് മറ്റുള്ളവർക്ക് പലതും ചെയ്യാൻ കഴിയുന്നു. എനിക്ക് ഇങ്ങോട്ട് സഹായം വേണ്ട, ഞാൻ അങ്ങോട്ട് സഹായിക്കുന്ന പ്രകൃതത്തിലാണ്. അപ്പൊ അവരുടെ ഒരു പർപ്പസ് അങ്ങനെയാണ്. പലരുടെയും ജീവിതത്തിന്റെ നീഡുകളെ ഫുൾഫിൽ ചെയ്യാൻ ജീവിക്കാൻ ഈ ലേഡിയെ സെറ്റ് ചെയ്ത് വെച്ചത്. അവര് പലരിൽ നിന്ന് നീഡ് ആവശ്യപ്പെടാൻ ആഗ്രഹിച്ചാൽ അവർക്ക് സമാധാനം കിട്ടൂല. അവരങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ റൂട്ട് ഇങ്ങനെയല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അവരാണ് സത്യമാണ്, ഞാൻ ആരെയും ആശ്രയിക്കാറില്ല, പക്ഷെ എന്നെ പലരും ആശ്രയിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാ പിന്നെ സങ്കടപ്പെടുക, അവരെനിക്കൊന്നും തരുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിന്റെ അങ്ങനൊരു സങ്കടം എനിക്ക് വരാറില്ല. അപ്പൊ അതാണ് നിങ്ങളുടെ പർപ്പസ്. അപ്പൊ നിങ്ങളാലാണ് മറ്റുള്ളവർക്ക് സഹായങ്ങൾ കിട്ടിയ പഠിച്ചോ, നിങ്ങളെയാണ് അതിന് തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരാതികളുണ്ടോ? എനിക്ക് പരാതികളില്ല. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് പരാതികളില്ല, ഇതല്ല വടച്ചം കണക്കാക്കിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലൊരു റൊട്ടീൻ ഉണ്ടല്ലോ, കല്യാണം കഴിക്കണം, ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നൊരു കൺസെപ്റ്റ് നാട്ടിലുള്ളത് കൊണ്ട് പലരും ചുറ്റുപാട്ടത്തെ സംബന്ധിച്ച് അതേക്കും ശരി എന്ന് ഇവരൊരു ഘട്ടത്തിൽ വിചാരിച്ചതാണ്. ആ ജീവിതം ശരിയേടല്ല, പക്ഷെ ആ ജീവിതത്തെക്കാളും ഇയാൾക്ക് ഉത്തരവാദിത്തം മറ്റു പല കാര്യങ്ങളുമാണ്. അപ്പൊ നോർമൽ റൊട്ടീനിലല്ല ആ ലേഡിയുടെ ജീവിതം പോവേണ്ടത്. ഞാനായിട്ട് പറഞ്ഞു കൊടുത്തല്ല, അവരായിട്ട് തന്നെ അവർ അനലൈസ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം. അപ്പം ഈ സ്ത്രീയുടെ ഈ ഒരു പ്രകൃതത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള ഇപ്പൊ ഏകദേശം എത്ര വയസ്സായിട്ടുള്ള അവർക്ക് പ്രായത്തിന്റെ ഒരു അവസാന ഏജിലാണ്. അവരോട് ഞാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നിങ്ങളെ തിരിച്ചെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ട. അവർക്ക് വേണ്ട ആശ്രയത്തിന്റെ അവസരങ്ങൾ നിങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എവിടെയും ആശ്രയിക്കപ്പെടാതെ തന്നെ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം എൻഡ് ചെയ്യുന്നുണ്ടാവുക. അത് മുഴുവനും വായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളാണ് പലതും കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷെ നമ്മളായിരിക്കില്ല കൊടുക്കുന്നുണ്ട്, നമുക്ക് പലരും ഇങ്ങോട്ട് തരികയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് അവരുടെ ജീവിതത്തിന്റെ അവരുടെ പർപ്പസിനെ അവർക്ക് മനസ്സിലാക്കിയതിൽ നിന്ന് കിട്ടിയതാണ് ആ സമാധാനം. അത് അന്ന് അവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. എൻ്റെ നെഞ്ചിനൊരു വലിയ ഭാരം ഇന്ന് ഒഴിഞ്ഞുപോയി. അവർക്ക് ഒന്നും ചെയ്തില്ല, അവരുടെ പർപ്പസിനെയും അവരുടെ ജീവിതത്തിനെയും കണക്ട് ചെയ്തിട്ട് ആ പോയിന്റ് ഒന്ന് കാട്ടിക്കൊടുത്തു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരെയും അവരുടേതായ ഡ്യൂട്ടികളെ നിർവഹിക്കാൻ
ഈ പ്രപഞ്ചം എന്ന സിസ്റ്റത്തിൽ പാകപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചിലപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഡ്യൂട്ടി ആയിരിക്കില്ല, നമ്മളുടെ പർപ്പസ് അതായിരിക്കില്ല, നമുക്ക് നിരാശ വരും. വേണ്ട, എനിക്ക് ഈ ഭൂമിയിലേക്ക് ഒരു അവസരം തന്നെ എനിക്കായിട്ട് ചെയ്യാൻ, എനിക്കായിട്ടുള്ള റിസ്കുകളുടെ സെറ്റാ. മനുഷ്യൻ ഭൂമി വരുന്നതിന് മുന്നേ ഭൂമി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതായത് ഞാൻ എവിടെ ജീവിക്കണം, ഏത് കാലത്തിൽ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം എന്നതൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്റെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങൾ ഞാൻ എടുത്തു നോക്കി ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു. മോൻ ചോദിച്ചു, ഉമ്മ ഇങ്ങനെ ആലോചിക്കണേ. മോനെ, ഈ പാത്രം ഞാൻ ജനിക്കുന്ന മുന്നേ നിർത്തിയത് എൻ്റെ ഉപ്പ ഗൾഫ്. ആ കാലഘട്ടത്തില് കാർഗോയിൽ ഉപ്പ് കൊടുത്തിട്ട്, അതായത് കപ്പലിൽ അന്ന് കാർഗോ കൊണ്ടുവരുന്ന സമയത്ത് ഉപ്പ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാല് കൊടുത്തയച്ചിട്ടുള്ള സാധനമാണ് ആ പാത്രം. ആ പാത്രത്തിലാണ് ആ ഉപ്പ് ഗൾഫൊക്കെ നിർത്തിയതിന് ശേഷം ജനിച്ച് ഞാനും അതിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം കഴിച്ച എൻ്റെ മക്കളും ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് വേണ്ട പാത്രം സെറ്റാ, ഞാൻ തിന്നാനും എടുക്കുന്ന പ്ലേറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് പടച്ച തമ്പുരാൻ എനിക്ക് വേണ്ട റിസ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ. അത്രയും ഭംഗിയായിട്ട് ഈ സിസ്റ്റത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. തമാശക്ക് ഹസ്ബൻഡിനോട് ചോദിക്കും, ഞാൻ ഇസ്ലാം പഠിക്കുമ്പോൾ ഇഞ്ഞിടയിൽ പഠിച്ചിട്ടുണ്ടാകുക എന്നുള്ള ആലോചന വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ കാലഘട്ടത്തിൽ നമ്മളിലേക്കും അവർ കണക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു പോയിന്റും കാര്യത്തെക്കുറിച്ച് വൈദൂരത്തെക്കുറിച്ച് ചർച്ച ചെയ്യലാണ്. ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് വേണ്ടത് അത് നമുക്ക് തിരിച്ചറിയാനും അതിൽ കുറച്ച് പാകപ്പെട്ടു പോവാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സിസ്റ്റത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഊഴമനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും നമ്മൾ ചെയ്യേണ്ട ചില ജോലികൾ ചെയ്തിട്ട് തിരിച്ചു പോകാനുമാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്. ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും വേണം. ഇതിനാണ് ഖലീഫയായിട്ട് ഞാൻ എൻ്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവരാണ് മനുഷ്യരെന്ന് പടച്ചോൻ പറയുന്നത്. ഇത് സ്വയം തിരിച്ചറിയാനും ഇത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരുടെ പർപ്പസുകളെ പാകപ്പെടുത്താനുള്ള അവസരമായിട്ട് വിട്ടുകൊടുക്കാനും നമ്മൾ പാകപ്പെടുക എന്നതാണ് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷത്തിൽ കിടക്കുന്നത്, ഈ ഭൂമിയിലെ അൾട്ടിമേറ്റ് സന്തോഷത്തിൽ കിടക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ മനസ്സെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം. മനസ്സിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുത്തേക്ക് വരുന്നത്. ഒരാളുടെ മെന്റലി ഡിസ്റ്റർബ് ആയ ആളുടെ സ്റ്റൊമക്ക് ചിലപ്പോൾ ഡിസ്റ്റർബ് ആവും. മാനസികമായി എനിക്കൊരു അസ്വസ്ഥ ഉണ്ടായി അപ്പം വയറിന് എനിക്ക് പുകച്ചിൽ വരും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അയാൾക്ക് മൈഗ്രെയിൻ ആയിട്ട് മാറും. മനസ്സിൽ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് എന്ത് വരുള്ളൂ. നിങ്ങൾ ബോഡി ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരാൾ ഭയങ്കര സപ്രസ്ഡ് ഭയത്തിലാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ആളുടെ ഉള്ളിൽ ഭയം കൂടിയത് കൊണ്ട് അയാളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്, യൂറിനറി ബ്ലാഡർ, കിഡ്നി പോലത്തെ ഈ വക അവയവങ്ങൾക്കൊക്കെ അസ്വസ്ഥ ഉണ്ടാവും. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ മെന്റൽ സ്റ്റാറ്റസിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ മനസ്സ് കഴിഞ്ഞിട്ടാണ് ബോഡി വരുന്നത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ബോഡിക്കാണ്. പക്ഷെ ബോഡി എല്ലാം അവിടെ അത് തിരിച്ചു പോവാ വളരെ റയറാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പാകപ്പെടുത്തണം. നിങ്ങളെ ഏറ്റവും ശരീരത്തിലെ മോശപ്പെട്ട പാത്രം അത് ആമാശയമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ റീസൺ അതാണ്. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടതല്ലാത്തത് കഴിച്ചാൽ ആമാശയം പ്രതികരിച്ചു തുടങ്ങും, കൃത്യമായിട്ട് പ്രതികരിച്ചു തുടങ്ങും. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പറഞ്ഞു, ഞാന് നല്ല രസമുള്ള ചോറ് തിന്നു കണ്ട ഒരു കയ്യിൽ കൂടെ എക്സ്ട്രാ ഇട്ടു, ഒറ്റ കയ്യിൽ കൂടെ എക്സ്ട്രാ ഇട്ടു. പിന്നെ ആൾക്ക് തോന്നുന്നു നല്ല രസമുള്ള കറിയില്ല, ഞാൻ ഒരു ലേശം കൂടെ എടുക്കട്ടെ, അതും കൂടെ എക്സ്ട്രാ ഇട്ടു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഓഫായി. അത് ഭയങ്കര ഡിസ്റ്റർബ്. ഞാൻ പറഞ്ഞ ആ എക്സ്ട്രാ ഇട്ടതുണ്ടല്ലോ, മൂന്നാമതിട്ട കയ്യിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായിരുന്നു, നിങ്ങളുടെ ബോഡിക്ക് അത് ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് നിങ്ങൾ എടുത്തതോടുകൂടെ നിങ്ങളുടെ ബോഡി അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി.
അപ്പൊ അനാവശ്യമായ ഒരു സാധനം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റും, ശരീരം അതിനെ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പോറാത്തുള്ളതാണ് ബുദ്ധിമുട്ട് കാണിച്ചു തന്നത്. അതൊരു മണുമണി തൂക്കാണ് കയറിയത് എങ്കിലും അത് നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഗ്യാസ് രൂപപ്പെടുകയെ അസ്വസ്ഥങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ ഫിസിക്കലി വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സ്വയം തിരിച്ചറിയുക എന്നതും ഇതിനെ പാകപ്പെടുത്തിയിട്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ്. അത് നിങ്ങളിലും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരിലും അത് കണക്റ്റഡ് ആയിരിക്കും. അതിൽ ഈ മനുഷ്യരില് മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ട് അതിന്റെ രീതിശാസ്ത്രങ്ങളെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതചര്യയിലൂടെ തന്നെയാണ്. പക്ഷെ അത് നമ്മളിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ് പീസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അത് കൈവരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഇബാദത്തുകളായിട്ട് മാറും. നിങ്ങൾ അന്തിമമായിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്നവനായിട്ട് മാറും. നിങ്ങളുടെ ഈമാൻ പൂർണ്ണം. അപ്പൊ ഇസ്ലാം, ഈമാൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി പാകപ്പെട്ടു വരും. ഇതറിയാത്ത, ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത, ഇതിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഇടങ്ങേറുകളിൽ നിന്നാണ് ജീവിതത്തിന്റെ എല്ലാ താളപ്പിഴവുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പാകപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായിട്ട് നമ്മളത് മാറ്റുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. താങ്ക് യു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുള്ള അവസരമാണ്. ഇൻഷാ അല്ലാഹ്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ എനിക്ക് തന്നെയാണ്, ഞാനൊരു അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ എനിക്കാണ്, നിങ്ങൾ നിങ്ങളോടല്ലാതെ അക്രമം ചെയ്യില്ല എന്ന ഈ ഖുർആനിക വചനങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്താലും കൊള്ളുന്നത് എനിക്ക് തന്നെയാണ്. ആദ്യം അത് എന്റെ നെഞ്ഞിട്ട കൊള്ളുക. അല്ല, ആ ആളുടെ ഉള്ളിലെ കാഴ്ചപ്പാടിനെയും കൂടി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വേണ്ടതാണോ വേണ്ടാത്തതാണോ. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. APJ അബ്ദുൽ കലാം വിവാഹം കഴിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലെ അവരുടെ ജീവിതത്തിന്റെ പർപ്പസും അവർക്കത് ഫുൾഫിൽ ചെയ്യാനോ അറിയുന്നത് കൊണ്ടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്, വിവാഹത്തിലൂടെയാണ് നിങ്ങളുടെ പകുതി പൂർത്തിയാവുള്ളൂ, ഈമാന്റെ പകുതി പൂർത്തിയാവുള്ളൂ. അപ്പൊ അവിടെ അത് ആവശ്യമാണ്. അത് അവർക്ക് മാത്രമേ, അത് അവരുടെയും അവരുടെ കൂടെ നിൽക്കുന്ന, നമ്മൾക്ക് എന്താ പറയുക, ഒരു വഴികാട്ടിയായിട്ട് ഗുരുവെന്നോ അല്ലെങ്കിൽ ഒരു ഗൈഡെന്നോ എന്തെങ്കിലും പേരിട്ട് പറയാം, ആ ആളും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ ക്ലാരിറ്റി വാല്യൂ പോകുള്ളൂ. അത് മാത്രമല്ല, അവർക്ക് തന്നെ അതിലൊരു സംതൃപ്തി എന്ന് പറഞ്ഞ സാധനം ഫീൽ ചെയ്യണം. ആ ചെയ്യുമ്പോൾ ഇത് സംതൃപ്തി. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ അസ്വസ്ഥയാണ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെല്ലാ പണികളും ഞാൻ ചെയ്താലും ഞാൻ പറയും എനിക്കിത് ചെയ്യാനുള്ള സാവകാശത്തോട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ചെയ്യാനുള്ള ആളുകളുടെ ഇടയിൽ ഇടപഴകിയിട്ട് അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ അതിന്റെ പർപ്പസ് കൂടെയാണ്. എന്നാ എൻ്റെ കയ്യിൽ ഫാമിലി ഇല്ല എന്നുള്ളതല്ല, എൻ്റെ പർപ്പസിൽ അതുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്. ഇത് രണ്ടും കൂടെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി ഓരോരുത്തർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ ഇത് തിരിച്ചറിയാൻ കുറേ വർഷം സമയം എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഗതി ഞാൻ തിരിച്ചറിയാൻ, എന്തുകൊണ്ട് എന്നിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള തിരിച്ചറിയാൻ എനിക്ക് തോന്നുന്നു ഞാൻ 2018 ഇസ്ലാമിക് സൈക്കോളജി പഠിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ പർപ്പസിനെ ക്ലാരിറ്റിയോടുകൂടെ മനസ്സിലാക്കിയത്. അതിന് മുന്നേ കുറച്ചു കാലം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും സംതൃപ്തിയും സന്തോഷവും തോന്നിയത് സംഗതികളെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ പർപ്പസ് എന്താണ് എന്നത്, എൻ്റെ ലൈഫ് എന്തിനു വേണ്ടിയിട്ടാണ് തന്നത് എന്നതും, അതൊരു വൈവാഹിക ജീവിതവും കുട്ടികൾ എന്നുള്ളത് മാത്രമല്ല, അതുപരി എൻ്റെ ചില ഇൻബിൽഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതുണ്ട് എന്നതുകൂടെ മനസ്സിലാക്കിയത് ഞാൻ 2018 അതിനുശേഷമാണ് അത് ശരിക്കും എനിക്ക് തന്നതും ഇസ്ലാമിക് സൈക്കോളജിയാണ്. ഇസ്ലാമിക് സൈക്കോളജിയിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അത് പഠിച്ച് ആ കോഴ്സ് ചെയ്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നൊരു സഞ്ചാരം നടത്തിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, ഒരു തിരിഞ്ഞൊരു വരവ് എന്നിട്ട് അതിൽ എനിക്ക് കിട്ടി ഇന്ന് വരെ സമാധാനപൂർവ്വമായിട്ട് ഞാൻ ജീവിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ ശരിക്കും ഈ ഒരു കോഴ്സ് പൊതുസമൂഹത്തിന് കൊടുക്കണം എന്നൊരു തോട്ടിലേക്ക് എത്തിയത്. ഇതെങ്ങനെയെങ്കിലും അത് കൊടുത്തിരുന്ന വഹാബ് സാർ മരണപ്പെട്ടതിന് ശേഷം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലരെയും പോയി സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോഴ്സ് തുടർന്നു പോകണം, കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ പർപ്പസ് മനസ്സിലാക്കി തന്നൊരു സാധനമാണ്. എൻ്റെ ജീവിതത്തിന്റെ സമാധാന വഴികൾ എനിക്ക് കാണിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പരാതികളോ പരിഭവങ്ങളോ ഉണ്ടായിട്ടില്ല ലൈഫിൽ. അല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നല്ലോ എന്നുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് പോലെ. അതുവരെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. എന്തിനാ നമ്മളെ തിരിച്ചറിയാം, നമ്മളെ തിരിച്ചറിയാൻ, നമ്മളെ പർപ്പസിനെ മനസ്സിലാക്കാം. അതെ, ഇതിങ്ങനെ തന്നെ വീങ്ങാന്നല്ല, നമ്മളെ ഉള്ളിലേക്ക് തട്ടിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തട്ടിച്ചിട്ട് നമ്മളുടെ വഴിയിലേക്ക് അതിനെ പാകപ്പെടുത്താൻ കഴിയുക സാധനം. അത് അന്ന് ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാമിക് സൈക്കോളജി പറയുമ്പോൾ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ അല്ലാഹു തന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ ക്ലാരിറ്റിയോടുകൂടെ കാണേണ്ടതെന്ന് കൃത്യമായിട്ട് അതിന്റെ ഗൈഡൻസ്, അതിന്റെ ഫിലോസഫി പറയുന്നുണ്ട്. ഇസ്ലാമിക് സൈക്കോളജിയുടെ ഫിലോസഫി ടോപ്പിക്സ് 3 നമുക്ക് വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് അതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അപ്പൊ ഒരു റൂട്ട് നിങ്ങൾക്ക് തിരിയും. ആ റൂട്ടിൽ നിന്ന് നിങ്ങളുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ വഴികളെ കൃത്യമായിട്ട് വെട്ടിത്തെളിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ സഞ്ചാരപാത സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പണിയുള്ളൂ. അത് ഇവിടെയാണ് നടക്കേണ്ടത്, മൈൻഡ് എന്നതിലാണ് നടക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇൻഷാല്ലാ ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.